ഹലോ ഗൈസ്, ഞാൻ കുറച്ച് നാളായിട്ട് തന്നെ ഈ സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓപ്പോ ഫൈൻഡ് എക്സ് 8 Pro എന്ന് പറയുന്ന സാധനം. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ ദറ്റ് യു ഗോ ഫോർ ദിസ് ബിക്കോസ് ദിസ് ഇസ് 5,000 rupees lesser than this and it has more features. Good morning ladies and gentlemen, welcome to your favorite അതായത് ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് മറ്റേതാണ് വരുന്നത്, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ നമുക്ക് 4K 60 FPS വീഡിയോ സപ്പോർട്ട് ഇതിൻ്റെ അകത്തുള്ളൂ മാക്സിമം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 8K 30 FPS വരുന്നുണ്ട്, 4K 120 FPS സപ്പോർട്ട് വരുന്നുണ്ട്. ക്യാമറാസ് ആർ മച്ച് ബെറ്റർ ഇൻ ദിസ് ഫോൺ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ അകത്ത് ഹാസൽബ്ലാഡിൻ്റെ കളർ സ്കീമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 4 ഒപ്റ്റിക്കൽ സെൻസേഴ്സ് വരുന്നുണ്ട്. 50 മെഗാ അൾട്രാ വൈഡ്, 50 മെഗാ വൈഡ്, 50 മെഗാ 3x ഒപ്റ്റിക്കൽ, 50 മെഗാ 6x ഒപ്റ്റിക്കൽ. ബട്ട് ഐ ഫീൽ ദ 200 മെഗാ ഓൺ ദിസ് ഇസ് മച്ച് മോർ വെർസറ്റൈൽ ദാൻ ദിസ് എന്നാണ് എനിക്ക് പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഈ കളറ് ചൈനയിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ വെള്ളയും കറുപ്പും മാത്രമേ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് നമുക്ക് ദാണ്ട് OnePlus ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ അവന്മാരത്ത് പോലും ചോദിക്കാതെ അലേർട്ട് സ്ലൈഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാനായിട്ട് ഇതിൽ കൊള്ളാവുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഡാർക്ക് മോഡിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ കുറച്ച് നല്ല സ്മൂത്താണ്, കുറച്ചും കൂടെ ഭയങ്കര സ്മൂത്തായിട്ടുള്ള അനിമേഷൻസും ഇതൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. ഇതിൻ്റെ കളർ വോയ്സ് എന്ന് പറയുന്ന സാധനത്തിൽ ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് ആക്ച്വലി ഗുഡ്. ആൻഡ് 5+6 years ഓഫ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇത് തരുന്നുണ്ട്. 4+5 ആണ് ഇതിൽ വരുന്നത്. ഡിമെൻസിറ്റി 9400 ആണ് രണ്ടിൻ്റെ അകത്തും വരുന്നത്. 80 വാട്ടിൻ്റെ വയർ ചാർജിങ്, 90 വാട്ടിൻ്റെ വയർ ചാർജിങ്, 2 ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ചാർജർ പെട്ടിയിനകത്ത് തരുന്നുണ്ട്. USB 3.2 Gen 1. ഡിസ്പ്ലേ പറ്റി പറയാം, 2 സിമിലർ തന്നെയാണ്. സെയിം സ്റ്റീരിയോ സ്പീക്കർ സെയിം മറ്റേ സാധനമാണ്. IR ബ്ലാസ്റ്റർ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ തന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ എടുത്ത് പറയാനായിട്ടാണെങ്കിൽ IP6869, IP6869 പെർഫോമൻസ് വൈസസ് എക്സാക്ട്ലി ദ സെയിം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് മച്ച് ബെറ്റർ ബിക്കോസ് ഓഫ് കളർ OS. ഞാൻ കുറച്ചും കൂടെ സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ്, എക്സ്ട്രീംലി സ്മൂത്താണ് ഈ ഫോൺ. സോ അത് വേണ്ടവർക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ഇതെടുക്കുക. അല്ലാത്തവർക്ക് ഈ സാധനം ഫൺ ടച്ച് OS കിടിലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ക്യാമറ നിങ്ങൾ കണ്ടത് തന്നെയാണ്, വേറെ ലെവലാണ്. വീഡിയോ എടുക്കാൻ നല്ലതാണ്. എഗെയിൻ പോർട്രേറ്റ് മോഡിൽ 4K സപ്പോർട്ട് ഇതിലുണ്ട്. പോർട്രേറ്റ് മോഡ് വെച്ച് വീഡിയോ എടുക്കുക. ഇതിൽ 4K സപ്പോർട്ടില്ല, 1080p വരെ ഉള്ളൂ. സെൽഫിയെ പറ്റി പറയാൻ എനിക്ക് ഫീൽ ഓപ്പോ ടേക്സ് ബെറ്റർ സെൽഫി ദാൻ വിവോ. സംഭവം സെയിം ആണ്, 32 മെഗാ സെൻസേഴ്സ് തന്നെയാണ് വരുന്നത്. 4K സപ്പോർട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഐ ഫീൽ ദിസ് ടേക്സ് ബെറ്റർ സെൽഫി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്രോസസ്സിങ്. ഐ ഫീൽ ദിസ് ഇസ് ബെറ്റർ. അതർ ദാൻ ദാറ്റ് അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ലടേ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഫീൽ ദിസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. 5000 രൂപ കുറവുമാണ് ആൻഡ് യു ഗെറ്റ് മോർ ഫീച്ചേഴ്സ് റാദർ ദാൻ ഓപ്പോ ഫൈൻഡ് എക്സ് 8. ഇത് 1 ലക്ഷം രൂപ എടുത്ത് 1 രൂപ തിരിച്ചു കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളതേ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഈ ഫോൺ മേടിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയാം. ഇത് മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയാം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആൻഡ് ഇതിലെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനൊരു ഡ്രൈവിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം. സോ ദാറ്റ് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം ഇത് കൊള്ളാവോ ഇല്ലേ എന്ന്. ഇറ്റ്സ് ഓക്കെ. ഐ വുഡൻറ്റ് റെക്കമെൻഡ് ദിസ്. ഐ റെക്കമെൻഡ് ദിസ് ഫോൺ, Vivo X200 Pro. സോ എൻ്റെ റെക്കമെൻഡേഷൻ അതാണ്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് പറയാം. എനിവേസ് ഐ എം ലീവിങ്. ബൈ.